നമ്മളിപ്പോൾ ഉള്ളത് ആറന്മുളയാണ്. ആറന്മുള എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ആറന്മുള അമ്പലവും ആറന്മുള കണ്ണാടിയും തന്നെയാണ്. അപ്പം നമ്മളിന്ന് ഇത് എങ്ങനെയില്ല ആറന്മുള കണ്ണാടിയുടെ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇപ്പം ശരിക്കും വള്ളസദ്യയുടെ സമയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വള്ളസദ്യ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കയറാണ്ട് പോകാൻ പറ്റില്ല. ഇത് ചരിത്രപ്രസിദ്ധമായ ആറന്മുള തമ്പുരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. ഇത് നമ്മൾ തമ്പുരാന് വേണ്ടി ഒരു വിളക്ക് സെറ്റ് ചെയ്ത് അതിന് മുമ്പിൽ ഇല ഇട്ടിരിക്കുകയാണ്. അതിൽ ഈ 64 കൂട്ടം വിഭവങ്ങളും ഇതിൽ വിളമ്പിയിട്ടുണ്ട്. അതെ, വിളമ്പിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വരും. പാടി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ അതിൽ കൂടുതൽ വരും. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ വഴിപാട് നടത്തുന്ന ആൾക്കാർ പ്രദർശനം ചെയ്ത് പാടി പള്ളിയോടക്കാരും എല്ലാവരും കൂടെ വന്ന് അവർ വന്ന് ഈ വഴിപാട് നടത്തുന്ന വ്യക്തിയെ കൊണ്ട് ഇലയിൽ വിളമ്പിച്ചതിന് ശേഷം അത് പരമ്പരാഗതമായ രീതിയിൽ തന്നെ പാടി ചോദിച്ച് ഓരോ കാര്യങ്ങൾ ശ്ലോകം ചൊല്ലി ചോദിക്കും. ആ ചോദിക്കുന്ന കാര്യങ്ങൾ അവരുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശിഷ്ടമുണ്ടെങ്കിൽ ഒട്ടുമില്ലാതെ നമുക്കും നൽകിടേണം. വള്ളത്തെ വരുന്ന ആളുടെ പള്ളിയോടത്തെ വരുന്ന കൂട്ടത്തിൽ തമ്പുരാനുണ്ട്. അതിലൊരാളാണ് ഇരുന്ന് ചോദിക്കുന്നത്. ആരാണെന്ന് അറിയില്ല. അപ്പോൾ അതേ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ കൊടുക്കണമെന്നാണ് പറയുക. അതാണ് അതിൻ്റെ ഐതിഹ്യം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല വഴിപാടാണ്. എന്ത് ആഗ്രഹം സാധിക്കണമെങ്കിലോ ഇത് അച്ചക്കായിട്ട് നടന്നു. പ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും കാണാനായിട്ട് നമ്മൾ ഈ അമ്പലത്തിന് തൊട്ടടുത്തുള്ള മുരുകൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ മുരുകൻ ചേട്ടനാണ് പറഞ്ഞു തരുന്നത്. നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ മുരുകൻ ചേട്ടനുണ്ട്. ചേട്ടനാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ പോകുന്നത്. നമുക്ക് കാര്യത്തിലോട്ട് നേരെ അങ്ങ് കിടക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ എന്താണ് നമ്മുടെ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകതയും ഇവിടുത്തെ എന്താണ് ഈ കണ്ണാടി ഉണ്ടാക്കുന്നതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ? ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആറന്മുള കണ്ണാടി കുപ്പിച്ചില്ല് കണ്ണാടിയല്ല. ഇത് പണ്ട് കാലം മുതലേ ഉണ്ട്. പണ്ട് കാലത്ത് രാജകുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലുമേ ഇതുണ്ടായിരുന്നുള്ളൂ. ഇത് വരുമ്പോൾ ലോഹക്കൂട്ടിൽ നിർമ്മിച്ചതാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. അതായത് വെങ്കലമാണ്. വെങ്കലത്തിന് ഒരു അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്. അതിനനുസരിച്ചാണ് അത് ഞങ്ങളുടെ ആറന്മുളയിലെ ഞങ്ങളുടെ ഫാമിലികൾക്ക് മാത്രം, അതായത് ഞാൻ ഉൾപ്പെടെ പെടുന്ന വിശ്വകർമ്മ വിശ്വബ്രാഹ്മൺ ശില്പി ഫാമിലിയിൽ പെട്ട ആൾക്കാരുടെ തലമുറയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഒതുങ്ങി നിൽക്കുന്നതാണ്. അത് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണവുമായിട്ട് പറയുന്നതിന് മുമ്പേ ആറന്മുള ക്ഷേത്രത്തിനെയാണ് അറിയുന്നത്. ആറന്മുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ തഞ്ചാവൂരിൽ നിന്നും ഞങ്ങളുടെ ക്ഷേത്ര ശില്പികളായിട്ട് വിശ്വബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവരികയും ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ രാജാവിന് ഒരു കിരീടം സമർപ്പിച്ചായിരുന്നു. അതിൻ്റെ കിരീടത്തിന് സെൻറ്ററിൽ ആറന്മുള കണ്ണാടിയിൽ ലോഹക്കൂട്ടായിരുന്നു. അതിന് തിളക്കമാകുന്നതാണ്. രാജാവ് വളരെ സന്തോഷമാണ്. അങ്ങനെ രാജാവ് അത് തിരുവാറന്മുളയപ്പന് സമർപ്പിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ പറഞ്ഞു വരുന്ന ഫാമിലിയിൽ അറിയപ്പെടുന്നതും അങ്ങനെയാണ്. അപ്പോൾ ആ കണ്ണാടി ഇച്ചിരി വലുപ്പത്തിലുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. പിന്നെ ഇതിൻ്റെ കൂട്ടുകൾ കുറേ കാലം കഴിഞ്ഞാണ് ഇതിൻ്റെ നിർമ്മാണം കൃത്യമായിട്ട് കിട്ടിയത്. പിന്നെ ആ പാരമ്പര്യവും ഇന്ന് വരെ തുടർന്ന് പോകുമ്പോഴുള്ള വിശ്വകർമ്മ ഞങ്ങളുടെ ഫാമിലികൾ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു.
നമ്മൾ ആറന്മുള കണ്ണാടി തയ്യാറാകുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ പുഞ്ചയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ചെളി ഇത് നമ്മൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ 2 ഡിസ്കുകൾ ചുട്ടെടുക്കും. എത്ര വലുപ്പത്തിലാണോ ആറന്മുള കണ്ണാടി വേണ്ടത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2 ഡിസ്കുകൾ, ഒരു ആറന്മുള കണ്ണാടി ഉണ്ടാക്കാനായിട്ട് 2 ഡിസ്കുകളാണ് നമുക്ക് വേണ്ടത്. 1 ഡിസ്ക് ഇങ്ങനത്തെ 2 ഡിസ്ക് അല്ലേ? ഇതിനകത്ത് നമ്മൾ ഇത് മട്ടി എന്ന് പറയും, നൈസ് മണ്ണ. ഇത് ഇതിനകത്ത് അങ്ങനെ എടുത്തിട്ട് വരുന്നില്ല, കട്ടി വെച്ചിട്ട്. അത് മതി, കുഴപ്പമില്ല. അത് ഇങ്ങനെ തൂത് പിടിക്കും ഇങ്ങനെ. കരി അതിൻ്റെ പുറത്ത് നമ്മൾ ചില്ല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, മണ്ണ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇതാണ് അതിൻ്റെ പുറത്തുള്ളത്. ഇത് കരിക്കട്ടെ. അത് എടുത്ത് പിടിച്ചത് ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, നമ്മൾ 2 ഡിസ്ക്. ഇതിന് കനം എന്ന് പറയും, കട്ടക്കനം. ഇതിൻ്റെ ചില്ലിൻ്റെ കനമാണ്. നമ്മളിത് 3 എണ്ണം ഇത് എടുത്ത 3 ഇത് കണ്ടോ. മെഴുകല്ലേ? ഇതെന്തിനാ? ഇത് നമ്മളിതിൻ്റെ ഹോള് കിട്ടാൻ വേണ്ടിയുള്ള മണ്ണ് മൂടി കെട്ടി കഴിയുമ്പോൾ മൗൾഡ് പോലെ വരാൻ ഇത് നമ്മളിപ്പം കമത്തുക. നമ്മൾ നോക്കും ഹോള് കറക്റ്റാണ്. ആ കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. കണ്ട കട്ട ഈ വാക്സ് നമ്മൾ ഇതിനകത്ത് വാക്സ് വെക്കാൻ പോകാം. അതായത് മെറ്റൽ ഉരുക്കി ഒഴിക്കണമല്ലോ, അതിനു വേണ്ടി ആ ഹോള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഡിസ്കിനിടയിൽ. അത് നമ്മൾ വന്ന് അത് ആദ്യം അതാണ് ടൈറ്റാക്കി ഇവനാ ടൈറ്റാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പൊതിഞ്ഞു കഴിഞ്ഞു, സെറ്റപ്പായി. പിന്നെ പിറമണ്ണെന്ന് പറയും. ഇതിൻ്റെ പിറത്തെ ഇത് ഫസ്റ്റ് മണ്ണ, പിന്നെ പിറമണ്ണ് അത് വേറെയാണോ? അത് വേറെ, അത് 2ാമത്തെ മണ്ണ. ഇത് അരച്ച മണ്ണ. ഇപ്പൊ അരച്ചല്ലേ? ഇതില് വേറെ ചേർത്തുണ്ട്, നാര് പോലെ കാണുന്നുണ്ട്. ഉണ്ട്, ചാക്കിൻ്റെ. 2ആയിട്ട് മുറിച്ച് എടുത്ത് മുറിക്കേ. 2ാം മണ്ണല്ലേ? അത് കുറച്ച് മണ്ണെടുത്താൽ നമുക്ക് അറിയത്തില്ല അങ്ങനെ. അത് ചുടെ പിടുത്തം വരാനാണ് അത് ചെയ്യുന്നത്. ഇനി ചുറ്റുമാക്കും ഇങ്ങനെ ചുറ്റേ കുറച്ച് അതെ അമർത്തുകയും ചെയ്യും. പതുക്കെ പിടിക്കാൻ. ഇപ്പൊ തന്നെ 1500 രൂപ പണി ചെയ്ത് കഴിഞ്ഞു.
അടുത്തത് ഈ കോവ പിടിക്കാന്ന് പറയും. ഇത് കണ്ടോ? ആറന്മുള കണ്ണാടി അതിലാണ് ഞങ്ങൾ ആദ്യം ഉരുക്കിയിട്ട് അതിനെ പൊട്ടിച്ച് ആ കോവയ്ക്കകത്താണ് നമ്മൾ വെക്കുന്നത്. അതിനെ മൂടി കെട്ടും നമ്മൾ. ഇതിനെ അല്ലേ? ഇതുപോലെ നമ്മൾ ഇത് പിടിക്കുക. ഇതുപോലെ 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 ഇങ്ങനെ അതുപോലെ അത് കൈകൊണ്ട് ചെയ്യുന്ന അത് കൈകൊണ്ട്. ഇത് കണ്ടോ? കോവയോ? ആ കോവയെന്ന് പറയുന്നത് ഇത് കണ്ടോ? ആ മിടിയൻ്റെ ഇതാ. ഇത് കണ്ടോ? ബോട്ടിലിന്റെ ഒക്കെ നെക്ക് പോലെ. അതുപോലെ മതിയില്ല, അത് ഉണക്കാൻ വെക്കണം. ഇതിന് കൂടുതൽ ഇപ്പൊ കവർ ചെയ്യുമ്പോഴേ ഇത് കണ്ട ഈ ഹോൾ കണ്ട, ഈ ഹോളാണ് ആയിട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഉരുക്കുന്നത്, ഇങ്ങനെ വെച്ച്. അപ്പൊ ഇതിൽ വഴി നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഉരുകി എന്നുള്ളതിൻ്റെ. ഇതിപ്പോൾ നമ്മൾ കോവ പിടിച്ചതാണ്, അതായത് ആറന്മുള കണ്ണാടിയുടെ അച്ചാണ് ഇത്. ആറന്മുള കണ്ണാടി നിറയ്ക്കാൻ വേണ്ടിയുള്ള കോവ പിടിച്ചിട്ട് ഇതിപ്പോൾ ഇനി ഉണങ്ങുകയും ചെയ്യണം. ഇതിനകത്തിലെ ആദ്യം വെച്ച് വാക്സ് ഉരുകി പോവുകയും വേണം. എന്നാലും നമുക്കവിടെ ആറന്മുള കണ്ണാടി ഉരുകി അതിലേക്ക് ചെല്ലും. ഇപ്പോൾ ഉണക്കാൻ വെക്കുവാണേ. ഇത് എങ്ങനെയാണെങ്കിലും ഒരു 3-4 ഒരുമിച്ചാണെങ്കിൽ ഒരു മണിക്കൂറിനകം നമുക്ക് അതിനകത്ത് ഇച്ചിരി ഹീറ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ ഈ ഭാഗം നല്ലപോലെ ഉണങ്ങി കിട്ടും. അകത്തിരിക്കുന്ന നേരത്തെ ആദ്യം വെച്ചിരുന്ന മെഴുക് ആ തിരിയില്ലേ, അത് ഉരുകി അങ്ങ് പോവുകയും ചെയ്യും, അവിടെ ഹോളാകുകയും ചെയ്യും. അതായത് ആ 2 മൺ ഡിസ്കിനുള്ളിലേക്ക് വരുന്ന ആ വഴി ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഈ ആറന്മുള കണ്ണാടി ഉരുക്കി വെച്ചിരിക്കുന്നതാണ് കൂട്ടാണ് അത്. അത് ഇനി ഇതിനകത്തിലേക്ക് നിറയ്ക്കും. വെളുത്തിയും ചെമ്പും കൂടാണ് നമ്മുടെ കണ്ണാടി വരുന്നത്. അതിനൊരു ഇത് റേഷ്യോ ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മളത് ഉരുക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഉരുക്കിയിട്ട് തല്ലി പൊട്ടിച്ച് വെച്ചിരിക്കുക. ഇത് നമ്മൾ ഈ കരിഞ്ഞ കോവ, നമ്മുടെ കോവയില്ലേ, അതിലേക്ക് ഇപ്പം നിറച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ മുമ്പേ നമ്മൾ വെച്ച ഉണങ്ങിയ കരുവാണ്, അതിലേക്ക് ആറന്മുള കണ്ണാടിയുടെ കൂട്ട് നിറയ്ക്കും. അങ്ങനെയാണെങ്കിലും 1.5 മണിക്കൂർ മേളി വേണം. ഇത് മണ്ണ് പൊതിയണ്ടേ, അതിന്റെ പേപ്പർ ഇട്ടാൽ മണ്ണ് ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കുത്തൽ വീഴും. ഈ കണ്ണാടിയിൽ പുള്ളി വരുന്നതൊക്കെ ഇതുപോലെ എയർ ബബിൾസ് വരുന്നതാണ്. അതിപ്പോ ഏതിൽ ഇപ്പൊ വെങ്കലമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, വെങ്കലത്തിനകത്തിൽ ഏത് ഇപ്പൊ ഉള്ളി ഉണ്ടാക്കിയാലും വാർപ്പുണ്ടാക്കിയാലും അതുപോലെ കിണ്ടി ഉണ്ടാക്കിയാലും ചെറിയ എയർ ഹോൾസുകൾ ഒരുപാടല്ല, തരിതരിയായിട്ട് അതിൽ നിൽക്കുന്നതാണ്. ഉരുകി വരുമ്പോൾ അതിൽ നിൽക്കും. കണ്ണാടിയിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ണാടികളൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല, അത് പൊട്ടിച്ച് പിന്നെയും നമ്മൾ ഉപയോഗിക്കും. അപ്പം ആരെങ്കിലും ഇതുപോലെ ഇത് വീണു എന്ന് പറഞ്ഞ് കണ്ണാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കും? തിരിച്ചെടുക്കും. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും, പുതിയ കണ്ണാടി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യും. ശരിക്കും കഷ്ടപ്പാടുണ്ട്. ഞാനായിട്ട് പറയുവാണെങ്കിൽ 5-10 ദിവസമെങ്കിലും മിനിമം. ഇനി നമുക്ക് ഇത് ഉണക്കാൻ വെക്കണം. ഇനി അടുത്ത പണി ഇതാണ്. ഇതല്ല ഈ ചെയ്തോണ്ട് ഇതിനകത്ത് നമ്മൾ ആ മെറ്റൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഉരുക്കാൻ വെക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന മെറ്റൽ ഉരുകി നേരത്തെ നമ്മൾ വാക്സ് വെച്ചിരുന്നില്ലേ, വാക്സ് ആദ്യത്തെ സെറ്റിൽ ഉരുകിപ്പോവും. അപ്പം ആ വാക്സ് ഉരുകിയ സ്പോട്ടിൽ കൂടെ ആ പോയിന്റ് കൂടെ ഇതിലുള്ള മെറ്റലിൻ്റെ പീസസ് ഉരുകി അതിനകത്ത് പോയി ഫില്ലായിട്ട് നമ്മൾ വെച്ചേക്കുന്ന 2 ഡിസ്കിൻ്റെ ഇടയിൽ ഫില്ലായിട്ട് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമുക്കിതിന് ഇനി ചൂടാക്കാൻ വെക്കാം. മതിയോ?
ഇതിനി കെട്ടി വരാൻ ഒരു അരമണിക്കൂർ പോലും എടുക്കും. ഒരു മണിക്കൂറായില്ല, നമ്മൾ ഇത് വെച്ചിട്ട് 3/4 മണിക്കൂറായി. ഇത് 3/4 മണിക്കൂർ കഴിയുമ്പോൾ തൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽവശം കൊണ്ട് കരു മൊത്തത്തിൽ പഴുക്കണം. ഈ താഴത്തെ ഇപ്പം ഈ 3/4 മണിക്കൂർ താഴത്തെ ഇതേ പഴുക്കുന്നുള്ളൂ, മേൽവശം പഴുക്കുന്നില്ല. ഇത് മൊത്തത്തിൽ പഴുത്ത് കഴിഞ്ഞാൽ ഇതാവും നമ്മൾ ഈ മൊത്തത്തിൽ ഇതിലാകും. ഓട് ഇല്ലയെന്ന് അറിയാൻ വേണ്ട നമ്മൾ പച്ചക്കറിയിലാണ് ഇതിട്ട് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഉരിയില്ലെന്ന് അറിയാം. ഈ ഹോളിൽ കൂടെ ഇടുമ്പോൾ നമ്മുടെ കയ്യിലറിയാം. അതിൻ്റെ അവിടെ ഉരി ഇട്ടോ, കയ്യിലറിയാം. എൻ്റെ വൈബ്രേഷൻ കിട്ടോ അങ്ങനെയുണ്ട്. ആ ഓ എന്നിട്ട് നമ്മളിത് ഇതൊക്കെ ഇതിനകത്ത് ഈ കരു നമ്മളിങ്ങനെ എടുക്കുക. ഇത് നമ്മുടെ ഈ ഹോള് അവിടെ ഉരിയാൻ നമുക്കറിയാം. അതിനകത്ത് നല്ല റെഡ് ഡോട്ട് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഇരിപ്പുണ്ട്. നമ്മളിത് ഇതുകൊണ്ടാണ് കവറിങ് ആയത് കേട്ടോ. പിന്നെ അത് നമ്മൾ ആറ്റുക എന്ന് പറയും, തണുപ്പിക്കുക. നമ്മളിത് പതുക്കെ നമ്മളിതിനെ ചെറുതായിട്ട് ഇങ്ങനെ ചായ ഓട് ഇതിനകത്ത് കവറിങ് ആയി. പിന്നെ ഇവിടെ ഇതിനെ പതുക്കെ എടുത്ത് നമ്മളിങ്ങനെ കണ്ണാടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെടി എടുക്കുന്നത് നമ്മൾ ഈ പാടശേഖരത്ത് പൂഞ്ചിക്ക്. അപ്പം കൃഷി ഇല്ലാതെ കിടക്കുന്നത് കൊണ്ട് കൃഷികളുള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈ ആകുന്ന സമയത്താണ്, ഇപ്പം വെള്ളം കയറി കിടക്കുക, ഡ്രൈ ആകുന്ന സമയത്താണ് നമ്മൾ ആ കാണുന്ന കുന്നേന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ കുന്നിൻ്റെ സൈഡിൽ സെൻട്രലുമായിട്ടും ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് ചെടി. ഇപ്പം വെള്ളം കയറി. ആ ഇത് ഈയിടെ കർക്കിടകം നല്ല മഴക്കാലം ആ സമയത്തുള്ളതാണ്. ഇത് നമ്മളിപ്പോ വാർത്തെടുത്തോണ്ട് വന്നതാണ്. നമ്മള് വീട്ടിൽ വാർത്തെടുത്ത് ചൂട് മാറിയിട്ടില്ല. ആ ഇല്ല, അത് കുറെ സമയം, അതായത് നാളെ രാവിലെ വരെ ആണ് എനിക്ക് ചൂട്. പൊട്ടിക്കാൻ പോ നോക്കിക്കോ. നമ്മൾ അന്നേരം വെച്ച ആർമ കണ്ണാടി ലോഹക്കൂട്ട് ഉരുകിന്റെ ബാലൻസ് ഇത് നിറഞ്ഞതിന്റെ ബാലൻസ് ആണ്. ആവി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആറന്മുള കണ്ണാടിയുടെ ലോഹ മരകം. ഇത് തേച്ചൊരച്ച് മിനുക്കിയാണ്
നമ്മൾ കണ്ണാടിയായിട്ട് എടുക്കുന്നത്. ഇത് ചൂടുണ്ടാവുമല്ലോ അല്ലേ? തൊടാൻ പറ്റത്തില്ല, വേണ്ട, ജസ്റ്റ് തൊട്ടു. നല്ല ചൂടുണ്ട്. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആ ചൂടിൽ എപ്പോഴും ചെയ്യുന്നു. ഇതിനെ തേച്ച് മിനിക്കാണ് നമ്മള് കണ്ണാടിയാക്കുന്നത്. അതായത് ഇത് വരുമ്പോൾ ആ ഫ്രെയിമിങ് അതിന്റെ ഡിസൈൻ അടിച്ച് ഇതാണ് നമ്മളിപ്പം ഫ്രെയിം വാർത്തെടുത്തോണ്ട് വന്ന് നമ്മൾ ഇതെല്ലാം കൈകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇതിനനുസരിച്ച് നമ്മൾ ഇതിൽ മുറിച്ചെടുത്തിട്ട് ഒരു തടിയിൽ ഒട്ടിയിട്ടാണ് നമ്മൾ വാട്ടർ പേപ്പറിൽ തേച്ച് മിനുക്കി. ഇത് അങ്ങനെ പോയാലും ഒരു കണ്ണാടി തേച്ചെടുക്കണമെങ്കിൽ ഒരു 5 മണിക്കൂറായാലും ഈ വലുപ്പമുള്ളതാണ് 5 മണിക്കൂർ ടൈം. ലോഹക്കൂട്ടാണെങ്കിലും താഴെ വീണാ പൊട്ടും. പഴയ വെങ്കലം അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇത്രയും കട്ടിയുള്ള ഖനമുള്ള ഫ്രെയിമിലായതുകൊണ്ട് ഇങ്ങനെ താഴെ പൊട്ടത്തില്ല. അതിനെ സംരക്ഷിക്കാൻ നല്ലപോലെ ഒരു പോരം വരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും പൊട്ടില്ല. ഇതിൽ ഉള്ളിലായിരിക്കും ആർമുളകൾ. ഇത്രയും അതാണ് ചെയ്തിട്ട് അത് നഷ്ടപോകാതിരിക്കാനാണ് നമ്മൾ ഇത്രയും ഫ്രെയിമുകളിൽ ബോർഡർ. ഫ്രെയിമിന്റെ നിർമ്മാണം ഇത് തന്നെ. ഇപ്പം മണ്ണിൽ തന്നെയാണ് നമ്മൾ സാൻഡി കാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഡിസൈൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അച്ച് വെച്ചിട്ട് നമ്മൾ അതിന്റെ മാർക്ക് ചെയ്ത് പഞ്ച് ചെയ്ത് ഇത് തിരിച്ചെടുത്തിട്ട് ആ ബോക്സ് ലോക്ക് ചെയ്തിട്ട് അതിലേക്ക് ഉരുക്കി നമ്മൾ അവിടെ ആലയിൽ വാർത്ത ആറന്മുള കണ്ണാടിയുടെ ഫലകമാണ്. ഇത് നമ്മൾ തടിയിൽ ഒട്ടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ വാട്ടർ പേപ്പറുമായിട്ട് അതിൻ്റെ തരിതരിപ്പെല്ലാം തേച്ച് മാറ്റണം. നമ്മളിങ്ങനെ നമ്മൾ തേക്കണം. അത് ഒരു 3 ഇഞ്ച് കണ്ണാടിയുടെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ നമ്മളിത് തേക്കേണ്ടി വരും. അത്ര നേരം ഒരു ഘട്ടം. ബാക്കിയുള്ളത് പിന്നെ പല ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫൈനൽ സ്റ്റേജാണ് ഈ ചെയ്യുന്നത്. മറ്റേ വാട്ടർ പേപ്പറിൽ തേച്ച് കഴിഞ്ഞ് അതിൻ്റെ കുത്തുകളും പാടുകളും ഒന്നും ഇല്ലാതെ മാറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ മിനുക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വെൽവെറ്റാണ്. വെൽവെറ്റിലെ എണ്ണമയവും അതുപോലെ തന്നെ ഒരു ധാര എന്ന് പറയുന്ന ഒരു കുറിക്കുണ്ട്, അതുകൂടെ ഇട്ട് തരും. അതെന്താ പൊടി തട്ടുന്ന?
കാവിക്കോട് ഡൈസൈഡ്. അപ്പം നമ്മൾ ഏകദേശം കണ്ണാടി പൂർത്തീകരിച്ചു. കാണാൻ കഴിയും, ക്ലിയറായിട്ട് കാണത്തക്ക രീതിയിൽ. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിമും മിനുക്കി എടുത്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് അടിപൊളിയായിട്ട് അത് രാഗിയെടുത്ത് ഫ്രെയിം നല്ലപോലെ മിനുക്കി എടുത്തു കഴിഞ്ഞിട്ട് ആ ഫ്രെയിമിലേക്ക് നമ്മൾ അരക്ക് നിറയ്ക്കും. ഇതും പഴയ കാലത്ത്, ഇപ്പോൾ പുതിയ തരം പശകളൊക്കെ ഉണ്ടെങ്കിലും അതല്ല, ആധുനിക രീതിയിൽ ആറന്മുള കണ്ണാടി എങ്ങനെയാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ആണ് ആ അരക്ക് ഫിക്സ് ചെയ്തിട്ട് അത് ചൂടോടുകൂടി അത് നിരത്തിയെടുക്കുക. എന്നിട്ട് ആ കണ്ണാടി അതിന്മേൽ ഉറപ്പിക്കും. അത് മെഴുകും ചഞ്ചല്യവും എണ്ണയും കൂടെ മിക്സ് ചെയ്ത ഒരു തരം അരക്കാണ് പശ. ഇനി നമ്മൾ ആ കണ്ണാടി മിനുക്കി വെച്ചിരിക്കുന്നത് ആ തടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് പതുക്കെ അത് ഫിക്സ് ചെയ്യും. ഈ ആറന്മുള കണ്ണാടി ബാക്കിയുള്ളതെന്ന് ഇതിന് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതെന്താണ്? ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് കാണുന്ന എന്നൊരു പ്രത്യേകത ആദ്യകാലത്ത് ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞു. തിരിച്ചറിയാനും ഉള്ള ഒരു മാർഗം, ഈ രണ്ട് മാർഗങ്ങളാണ്. അതിൽ ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ലോകത്തെ അറിയിച്ചത്. അപ്പം അതാണ് ഇത്. ഈ നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് കൊണ്ട് നമ്മൾ ഈ ആറന്മുള കണ്ണാടിയിൽ ആറന്മുള കണ്ണാടി അല്ലാത്ത കണ്ണാടിയിൽ തൊടുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടാകും. ഇത് മുട്ടുന്നുണ്ട്, പക്ഷേ ഗ്യാപ്പ് കാരണം ആ ഗ്ലാസിന്റെ തിക്നെസ്സിൽ കൂടെ സഞ്ചരിച്ച് മെർക്കുറി ടച്ച് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നമ്മളെ കാണും. ഇന്ന് ആറന്മുള കണ്ണാടിയിൽ ഞാൻ ടച്ച് ചെയ്യാൻ പോവാം, ആ ഗ്യാപ്പില്ല. നമ്മൾ വാർത്തെടുത്ത ആറന്മുള കണ്ണാടി ലോകപലകത്തെ തേച്ചൊരച്ച് മിനുക്കി എടുക്കുന്നതുകൊണ്ടാണ്. അതായത് എക്സ്ട്രാ കളറുകളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ ആ ലോകം മിനുക്കി എങ്ങനെ മുഖം കാണുന്നു അതാണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആറന്മുള കണ്ണാടി. ഇത് വെക്കുമ്പോൾ അതിൽ ലൈറ്റ് നല്ലോണം, ഗ്യാപ്പ് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ ഏത് വർക്ക്ഷോപ്പാണോ നിർമ്മിച്ചത് ആ വർക്ക്ഷോപ്പിൻ്റെ ഹോളോഗ്രാം ഇതിലുണ്ട്. ഇത് പേറ്റൻ്റെതാണ് ഈ ഹോളോഗ്രാം എന്ന് പറയുന്നത്. എൻ്റെ ആ ആർട്ട് വർക്ക് അതിന് പേറ്റൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ചതാണെന്നും അത് തിരികെ കൊണ്ടുവരുമ്പോൾ അത് റിപ്പോളിഷ് ചെയ്ത് കൊടുക്കാനും ഒക്കെ വളരെ സഹായകമാകും. അത് നമ്മുടേതാണെന്നുള്ളതിൻ്റെ തെളിവും കൂടെയാണ്, ഞങ്ങൾ ഒതൻറ്റിക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് ഇത്രയാണ് നമ്മൾ കണ്ണാടി കഴിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് എടുത്ത കണ്ണാടിയാണ്. അപ്പോൾ ഇതാണ് ആറന്മുളയുടെയും ആറന്മുള കണ്ണാടിയുടെയും വിശേഷം. അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടാക്കിയെടുക്കാൻ ഇവരെന്തോരം ബുദ്ധിമുട്ടിയാണ്, എന്തെല്ലാം പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഫിനിഷ്ഡ് ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇതുപോലൊരു സ്പെഷ്യൽ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.